ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭക്ഷണം നൽകിയ വ്യക്തിക്ക് വധഭീഷണി വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജൽമൂർ ഭക്ഷണം നൽകിയ കടയുടമ വിക്രം സാഹു വലിയ രീതിയിൽ ഫേമസ് ആയിരുന്നു. ഇയാൾ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ പ്രധാനമന്ത്രി മോദി ജാർഗ്രാമിലെ ഒരു ചെറിയ കടയിൽ ജൽമൂർ ഭക്ഷണം കഴിച്ചിരുന്നു. കടയുടമയുമായി സംവദിക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇയാൾക്ക് ഒരു ഭീഷണി വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി മോദിക്ക് ജൽമൂർ നൽകിയ കടയുടമയായ വിക്രം സാഹുവിന് പാകിസ്ഥാനിൽ നിന്ന് വധഭീഷണി എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും തനിക്ക് എല്ലാ ദിവസവും ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്ന് കടയുടമ പറയുന്നു. പാകിസ്ഥാനിൽ നിന്ന് തനിക്ക് ഫോൺ വീഡിയോ കോൾ വരുന്നുണ്ടെന്നും ആവർത്തിച്ചുള്ള വധഭീഷണികൾ വരുന്നുണ്ടെന്നും വിക്രം സാഹു പറയുന്നു. ഫോൺ കോളുകൾ വഴി ബോംബ് ഉപയോഗിച്ച് സ്വയം പൊട്ടിത്തെറിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കോളുകൾ വഴി എന്നെ ഭയപ്പെടുത്താൻ ആംഗ്യങ്ങളും ആയുധങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറാകണമെന്നും ഭീഷണിക്കാർ പറഞ്ഞിട്ടുണ്ട്. താൻ അധികം കോളുകൾ എടുത്തിട്ടില്ലെന്നും എന്നാൽ ഫോൺ കോളുകൾ വഴി നിരന്തരം ഉപദ്രവിക്കുന്നുണ്ടെന്നും വിക്രം പറഞ്ഞു. കാരണം ഫോണിൽ അധിക്ഷേപിക്കപ്പെടുന്നു. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വധഭീഷണികൾ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നും ഈ വധഭീഷണിയിലുള്ള ആൾക്കാർ തന്നോട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം, ഇയാൾക്ക് പോലീസ് സംരക്ഷണം ലഭിച്ചു എന്നുള്ളതാണ്. ബോംബ് സ്ഫോടനത്തിൽ നിങ്ങളെ തകർക്കുമെന്ന് എഴുതിയിരിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിക്രം പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുമായുള്ള വീഡിയോയെക്കുറിച്ച് ഭീഷണി സന്ദേശങ്ങൾ സൃഷ്ടിച്ചവർ ഒരു ഭീഷണിയും ഉന്നയിച്ചില്ല. എന്നാൽ പ്രധാനമന്ത്രി മോദി തന്റെ കടയിൽ വെച്ച് ജൽമൂറി രുചിച്ചത് മുതൽ ഈ ഭീഷണികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മതപരമായിട്ടുള്ള ആശംസകൾ നൽകുകയും പിന്നീട് കൊല്ലുമെന്നുള്ള ഭീഷണിയിലേക്ക് അത് വഴിമാറുകയും ചെയ്യുകയായിരുന്നു. അന്താരാഷ്ട്ര നമ്പറുകളിൽ നിന്ന് വരുന്ന ഫോൺ കോളുകളെ താനും കുടുംബവും ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് ഇയാൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.